ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലെ പാർട്ട് 1ന്റെ ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തു. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അതിന്റെ 5th ചാപ്റ്റർ പറഞ്ഞേക്കുന്നത് കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് മെറ്റൽസ്, എന്താണ് നോൺ മെറ്റൽസ്, എന്താണ് മെറ്റലോയിഡ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ നോൺ മെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോണത്, അല്ലെ? ഏതൊക്കെയാണ് നോൺ മെറ്റൽസ്? നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ആ പീരിയോഡിക് ടേബിളിൽ ഏതൊക്കെ എലിമെന്റ്സ് ആണ് നോൺ മെറ്റൽസ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം, പി ബ്ലോക്ക് എടുത്താൽ ആ പി ബ്ലോക്കില് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, അല്ലെ? അപ്പോ നോൺ മെറ്റൽസ് കൂടുതൽ ഉള്ളത് പി ബ്ലോക്ക് എലിമെന്റ്സിലാണ്. അപ്പൊ പി ബ്ലോക്ക് നമ്മൾ 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പീരിയോഡിക് ബ്ലോക്ക്, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ്. അപ്പോ ഈ നോൺ മെറ്റൽസ് കണ്ടുവരുന്നത് ഈ പി ബ്ലോക്ക് എലിമെന്റ്സിലാണ്. ഏതൊക്കെയാണ് ചില നോൺ മെറ്റൽസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹൈഡ്രോജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, നൈട്രോജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഹാലോജൻസ് ഗ്രൂപ്പ് 17 എലിമെന്റ്സ് ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, പിന്നെ നോബിൾ ഗ്യാസസ്, അല്ലെ? അപ്പൊ ഇതെല്ലാം നോക്കിയാൽ ഇതെല്ലാം നമ്മൾ നോൺ മെറ്റൽസ് ആണ്. അപ്പോ ഇവിടെ നോൺ മെറ്റൽസിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ മെറ്റൽസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ദേ ആർ ഇലക്ട്രോ പോസിറ്റീവ്, അല്ലെ? മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ്. എന്തുകൊണ്ടാണ് അവർ ഇലക്ട്രോ പോസിറ്റീവ്? ദേ ക്യാൻ ഈസിലി ഡൊണേറ്റ് ദ ഇലക്ട്രോൺസ്, അല്ലെ? അവർക്ക് ഇപ്പൊ മെറ്റൽസ് എടുത്താല് അവർക്ക് പെട്ടെന്ന് ഇലക്ട്രോൺസിന് കൊടുക്കാൻ പറ്റും. ദേ ആർ ഇലക്ട്രോൺ ഡോണേഴ്സ്. അതുകൊണ്ടാണ് ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പക്ഷെ നോൺ മെറ്റൽസോ, ദേ ആർ നോട്ട് ദ ഇലക്ട്രോൺ ഡോണേഴ്സ്, അല്ലെ? ദേ ആർ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. മെറ്റൽസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്, നോൺ മെറ്റൽസ് എന്താണ്? They are electronegative. They have the ability to accept the electrons. അപ്പൊ ആ നേച്ചർ ആണ് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യത്തില്ല, തെർമൽ കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ ആ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്താണ് ഈ കമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? എന്താണ്? അപ്പൊ നമ്മൾ ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ കമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഇപ്പൊ ഓക്സിജൻ O2, ഹൈഡ്രോജൻ H2, ഹൈഡ്രോജൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ O2 എന്ന് പറയുന്നതോ 2 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഓക്സിജൻ മോളിക്യൂൾ. അപ്പോ 2 ആറ്റംസ്, അല്ലെ? 2 atoms of the same element combine to give a molecule. സെയിം ആറ്റംസിലെ 2 സെയിം ആറ്റം രണ്ടും, അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ O2 കിട്ടി. ഹൈഡ്രോജന് ഒരു ആറ്റം, ആ സെയിം ആറ്റമിന് മറ്റൊരു ഹൈഡ്രോജൻ കമ്പൈൻ ചെയ്യുമ്പോൾ H2 മോളിക്യൂൾ കിട്ടി. കമ്പൗണ്ട്സ് എന്താണ്? when 2 or more elements combine to form a compound. Two or more elements. ഏതാ? ഇപ്പൊ വാട്ടർ H2O നോക്കിയാല് വാട്ടർ ഇസ് എ കമ്പൗണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് അതിന്റെ കമ്പൗണ്ട് എന്ന് പറയുന്നത്? വാട്ടർ നോക്കുമ്പോൾ ഹൈഡ്രോജൻ ഒരു എലിമെന്റ് ആണ്, ഓക്സിജൻ മറ്റൊരു എലിമെന്റ് ആണ്. അപ്പൊ ഹൈഡ്രോജനും ഓക്സിജൻ, ഇപ്പൊ 2 ഹൈഡ്രോജനും ഒരു ഓക്സിജൻ കമ്പൈൻ ആകുമ്പോൾ H2O ആവുന്നത്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്ററില് നമ്മൾ കമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, നമ്മൾ ഇവിടെ 2 കമ്പൗണ്ട്സ്, മെയിൻ കമ്പൗണ്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ മെയിൻ നോൺ മെറ്റൽ പഠിക്കാൻ പോണത് നൈട്രോജൻ കമ്പൗണ്ട് ആണ്. അപ്പൊ നൈട്രോജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാ, അല്ലെ? നൈട്രോജൻ ഇലക്ട്രോ നെഗറ്റീവാ.
അപ്പോൾ നൈട്രോജൻ നോൺ മെറ്റൽ കമ്പൗണ്ട്സ് ഓഫ് നൈട്രോജൻ ഫോർ എക്സാമ്പിൾ അമോണിയ NH3 അല്ലെ, നൈട്രോജനും 3 ഹൈഡ്രോജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് NH3 കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ കമ്പൗണ്ട് ഓഫ് നോൺ മെറ്റൽ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത് ഏതാണ്? അമോണിയ. രണ്ടാമത്തെ മെയിൻ കമ്പൗണ്ട് ആണ് ഏത് നോൺ മെറ്റലിന്റെയാണ്? സൾഫർ. സൾഫർ ഒരു നോൺ മെറ്റലാ അല്ലെ, ഹൈഡ്രോജൻ ഒരു നോൺ മെറ്റലാ അല്ലെ, അതിന്റെയാണ് നമ്മൾ പഠിക്കുക H2SO4. അപ്പോ നമ്മൾ കമ്പൗണ്ട്സ് ഓഫ് സൾഫർ ആണ് ആദ്യത്തേത് കമ്പൗണ്ട്സ് ഓഫ് നൈട്രോജൻ. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഡിസ്കസ് ചെയ്യാം. Are you familiar with the chemicals shown in the picture? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽസ് ആണ് നമ്മൾ കാണിച്ചേക്കുന്നത് പുറകില് അല്ലെ. ഇതൊരു വലിയൊരു ഫാക്ടറിയാണ്. ഇത് ഇൻഡസ്ട്രിയലി ഗ്യാസസിനൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറിയാണ് നമുക്ക് കാണിക്കുന്നത്. ഇവിടെ ഒരു ടാങ്കർ ലോറിയിൽ അമോണിയ കൊണ്ടുപോവാണ്. ഇവിടെ നോക്കിയേ, സൾഫ്യൂരിക് ആസിഡ് 98%, അമോണിയം സൾഫേറ്റ്, യൂറിയ, ഓർഗാനിക് മെന്യൂർ അല്ലെ. അപ്പോ ഇതൊക്കെ ഫെർട്ടിലൈസേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ, ഇത് കമ്പൗണ്ട് ഓഫ് അമോണിയ ആണ്. ഇത് അമോണിയം സൾഫേറ്റ് കമ്പൗണ്ട് ഓഫ് അമോണിയ ആണ്. യൂറിയ കമ്പൗണ്ട് ഓഫ് അമോണിയ ആണ് അല്ലെ. ഇവിടെ കാണിച്ചേക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ആർ യു ഫെമിലിയർ വിത്ത് കെമിക്കൽസ് ഷോൺ ഇൻ ദ പിക്ചർ അല്ലെ. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, അമോണിയ നമ്മൾ കേട്ടിട്ടുണ്ട്, യൂറിയ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത്രയും നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവാണ്. എന്താണ് ഇതൊക്കെ? സൾഫ്യൂരിക് ആസിഡ് എന്താണ്, എങ്ങനെയാണ് അത് ഇൻഡസ്ട്രിയലി മാനുഫാക്ചർ ചെയ്യുന്നത്, അമോണിയ എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിന്റെ യൂസസ് എന്താണ്, അതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Are you familiar with the chemicals shown in the picture? These chemicals have utmost importance in the agricultural and industrial sectors. Hence, they are produced in large quantities. We shall familiarize ourselves with the method of production and properties of some of these chemicals. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോണത് അമോണിയ, പിന്നെ നെക്സ്റ്റ് കമ്പൗണ്ട് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻഡസ്ട്രിയിൽ ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന 2 കെമിക്കൽസ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ കാരണം? ഇതിന്റെ യൂസസ് വളരെ അധികമുണ്ട്. ഇപ്പൊ അമോണിയ നോക്കിയാൽ നൈട്രോജൻ നോൺ മെറ്റൽ ആണ്, അതിന്റെ കമ്പൗണ്ട് ആണ് അമോണിയ. ആ അമോണിയ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോവാ. അത് എങ്ങനെയാണ് ഈ അമോണിയ സൾഫ്യൂരിക് ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലബോറട്ടറിയിൽ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിന്റെ യൂസസ് എന്താണ് എന്ന് നമ്മൾ പറയാം. നമുക്കറിയാം ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആദ്യത്തെ കമ്പൗണ്ട് നോക്കാം, അമോണിയ. അമോണിയയുടെ ഫോർമുല എന്താ? NH3. ഓക്കെ, അപ്പോൾ 1 atom of nitrogen and 3 atoms of hydrogen. അപ്പോൾ 1:3 അല്ലേ. Ammonia is an important raw material for the production of nitrogenous fertilizers which are essential for the growth of plants. അപ്പോൾ നമ്മൾ ഈ യൂറിയ എന്ന് പറഞ്ഞു. അപ്പൊ ഈ യൂറിയയിൽ എന്താ ഉള്ളേ? ഇത് അമോണിയ ആണ്, നൈട്രോജൻ ആണ് അല്ലെ. അപ്പോ ഈ യൂറിയ നമ്മൾ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഹൗ ക്യാൻ വി പ്രിപ്പയർ അമോണിയ ഇൻ ദ ക്ലാസ് റൂം? ലെറ്റ് us do an experiment. ക്ലാസ് റൂമിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Take a little ammonium chloride in a watch glass and add a little calcium hydroxide to it. Stir well. Can you sense any smell? നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക, അതിലോട്ട് നമ്മൾ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. ഒരു സ്പാച്ചിൽ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യും.
പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് ഞാൻ അതിനെ നല്ലപോലെ ഞാൻ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിനെ സ്മെല്ല് ചെയ്യും. സ്മെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്മെല്ല് അറിയാൻ പറ്റുമോ? എന്തെങ്കിലും സ്മെല്ലുണ്ടോ? അതെ, അതിനൊരു ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ്, അല്ലെങ്കിൽ ഒരു പഞ്ചന്റ് സ്മെല്ലാണ്. അപ്പോൾ അമോണിയയുടെ ഒരു പ്രത്യേകത എന്നത് അതിന്റെ ഓർഡർ, അതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഹാവിങ് എ പഞ്ചന്റ് സ്മെല്ലിങ്, ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ്. അതിന്റെ പഞ്ചന്റ് സ്മെല്ലിങ് എന്ന് പറയും. നെക്സ്റ്റ്, ആ വാച്ച് ഗ്ലാസിന്റെ മുകളില് നമ്മള് ബ്ലൂ ഇല്ലെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് പേപ്പറും വെക്കണം. അത് കുറച്ചു നേരം അതവിടെ വെക്കാം. Show wet blue and red litmus papers over the watch glass one by one. Which litmus paper show a color change? ഏത് ലിറ്റ്മസ് പേപ്പറിനായിരിക്കും കളർ ചേഞ്ച് ആവുന്നത്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറോ, ഇല്ല റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഇവിടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ. നമുക്കറിയാം റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ ആണെങ്കിൽ അത് എന്തായിരിക്കും? അത് ബേസിക് ആയിരിക്കും അല്ലേ? അപ്പോ ഈസ് ദ ഗ്യാസ് ആസിഡിക് ഓർ ബേസിക്? യെസ്, ഇറ്റ് ഈസ് ബേസിക്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അമോണിയയുടെ സ്മെല്ല് എന്താണ്? പഞ്ചന്റ് സ്മെല്ലാണ്. പഞ്ചന്റ് സ്മെല്ല് ഏതിന്? ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ്. നെക്സ്റ്റ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് എന്താണ് പഠിച്ചത്? അത് അമോണിയ എന്ന് പറയുന്നത് ആസിഡിക് ആണോ ബേസിക് ആണോ? എന്താണ്? അത് ബേസിക് ആണ് അല്ലെ? അതിന്റെ നേച്ചർ എന്തായിരിക്കും? അത് ബേസിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെരിമെന്റിൽ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി പഠിക്കാം. എന്താണെന്ന് നമുക്ക് നോക്കാം. Look at the figure showing the preparation of ammonia in the laboratory. അപ്പോ ഇവിടെ ലബോറട്ടറി മെത്തേഡ് അമോണിയ, ഇതാണ് എക്സ്പെരിമെന്റില് സെറ്റപ്പ്. ഓക്കെ, ഇതിന്റെ റിയാക്ഷൻ ഇവിടെ താഴെ നോക്കാം. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലോട്ട് അമോണിയം ഫ്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഞാൻ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിനെ എന്ത് ചെയ്തു? ഇൻവേർട്ട് പൊസിഷന് ഞാൻ ഇതിനെ ഒരു സ്റ്റാൻഡിലോട്ട് ഞാൻ ഇത് ഫിക്സ് ചെയ്തു. ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ ടിപ്പ് ഞാൻ കോർക്ക് കൊണ്ട് ഞാൻ അടച്ചു വെച്ചു. ആ കോർക്കിൽ ഒരു ഹോളുണ്ട്. ആ ഹോളില് ഞാൻ എന്ത് ചെയ്തു? ഇതൊരു ഡ്രൈയിങ് ടവറാണ്. അപ്പൊ ഈ ഡ്രൈയിങ് ടവറിന്റെ ഉള്ളില് ഞാൻ എടുത്തേക്കുന്നത് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, ഞാൻ ഈ പൈപ്പിലൂടെ ഞാൻ ഈ ടെസ്റ്റ് ട്യൂബിൽ ഡ്രൈയിങ് ടവർ കണക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഡ്രൈയിങ് ടവറും ഇവിടെ കോർക്ക് കൂട്ടും ഞാൻ അടച്ചു വെച്ചു. ആ കോർക്കിനെ നമ്മൾ പൈപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തായാലും ഒരു ഗ്യാസ് ജാറിലോട്ട് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പൊ ഞാൻ എങ്ങനെയാ ഇത് എക്സ്പെരിമെന്റ് ഞാൻ ഇത് റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബർണർ യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്. ഏതാണ്? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഹീറ്റ് റിയാക്ട് ആകുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നു. രണ്ടും കമ്പൈൻ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് പ്രോഡക്ട്സ് കിട്ടുന്നത്? കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് അമോണിയ. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് പ്രോഡക്ട്സിൽ അമോണിയ പിന്നെ വാട്ടർ. ഇവിടെ അമോണിയ ഇറ്റ് ഈസ് എ ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. ഈ അമോണിയ പെട്ടെന്ന് ആ മോയ്സ്ചറിനെ അബ്സോർവ് ചെയ്യും. അതായത് വാട്ടറിന്റെ കൂടെ പെട്ടെന്ന് അത് ഡിസോൾവ് ചെയ്ത് എന്താവും? അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് അത് മാറിപ്പോവും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് ട്യൂബ് സ്ലാങ് പൊസിഷനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഇതിന് നേരെ വെച്ച് ഹീറ്റ് ചെയ്ത് കൂടാ എന്ന് ചോദിക്കാം.
നേരെ വെച്ച് ഹീറ്റ് ചെയ്താൽ എന്താണ് ഇവിടെ ഒരു പ്രോഡക്റ്റ് വാട്ടർ ആണ് അല്ലെ. ഈ വാട്ടർ എന്താവും, ഈ വാട്ടർ കണ്ടൻസ് ചെയ്ത് താഴെ വരും. താഴെ വന്ന് സെറ്റിൽ ആകുമ്പോൾ ഈ അമോണിയ ലിബറേറ്റ് ചെയ്യുന്ന ഇവിടെ ഫോം ചെയ്യുന്ന അമോണിയ എന്താവും ഈ വെള്ളത്തിന്റെ കൂടെ ഡിസോൾവ് ചെയ്യും. അപ്പൊ ഈ അമോണിയ ഗ്യാസ് എന്തായാലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ടെസ്റ്റ് ട്യൂബിൽ തന്നെ അത് ഡിസോൾവ് ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ സ്ലാൻഡ് പൊസിഷൻ. ഈ സ്ലാൻഡ് പൊസിഷനിൽ വെച്ചാൽ എന്താണോ അമോണിയം ക്ലോറൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഈ അമോണിയയുടെ കൂടെ കുറച്ചുകൂടെ വാട്ടർ വേപ്പേഴ്സ് ഉണ്ടല്ലേ, ആ വാട്ടർ എല്ലാം എന്തെങ്കിൽ ഈ ട്യൂബിൽ കൂടെ പോകും. ഈ ട്യൂബിൽ കൂടെ പോകുമ്പോൾ ഇവിടെ ഈ വരുന്ന ഗ്യാസിൽ അമോണിയ ഉണ്ട്, വാട്ടർ വേപ്പേഴ്സും ഉണ്ട്. വാട്ടർ വേപ്പേഴ്സ് ഉള്ളപ്പോൾ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യുവർ അമോണിയ തന്നെ കിട്ടണം. ഈ അമോണിയനെ ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ വെള്ളം പാടില്ല, പ്യുവർ അമോണിയ വെള്ളം പാടില്ല. അപ്പൊ ഇവിടെ എന്താണ്, ഈ ഡ്രൈയിങ് ടവറിൽ നമ്മൾ എടുക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. കാൽഷ്യം ഓക്സൈഡ് എന്താണ്, ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ഡ്രൈയിങ് ഏജന്റ്. എന്താണ് ഈ ഡ്രൈയിങ് ഏജന്റ്? ഈ കാൽഷ്യം ഓക്സൈഡ് ഇറ്റ് അബ്സോർബ്സ് ദ മോയ്സ്ചർ, അല്ലെങ്കിൽ ഇറ്റ് റിമൂവ്സ് ദ വാട്ടർ ഫ്രം അമോണിയ. ഇപ്പൊ മോയ്സ്ചറോ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റോ വാട്ടറോ ഉണ്ടെങ്കിൽ അത് ആ കാൽഷ്യം ഓക്സൈഡ് ഡ്രൈയിങ് ടവറിൽ ഉള്ള കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവും, അതിനെ അബ്സർവ് ചെയ്യും. ഈ കാൽഷ്യം ഓക്സൈഡിന്റെ സ്വഭാവം എന്താണ്, അസിഡിക് ആണോ ബേസിക് ആണോ? ഇത് ബേസിക് ആണ്. അപ്പോൾ ഇവിടെ ഈ പൈപ്പിലൂടെ വരുന്ന അമോണിയ ഗ്യാസും അമോണിയ ഗ്യാസിൽ കൂടെ വരുന്ന വാട്ടർ മോയ്സ്ചർ ഉണ്ടാവും. ഈ ഡ്രൈയിങ് ടവറിൽ അത് അബ്സർവ് ചെയ്യും. അത് ഓക്കെ. ഈ അമോണിയ വാട്ടർ ഉണ്ടെങ്കിൽ അത് ഈ ഡ്രൈയിങ് ടവറിൽ അബ്സർവ് ചെയ്യും. അമോണിയ അബ്സർവ് ചെയ്യത്തില്ല. ഈ അമോണിയ എന്താവും, അമോണിയ ഈ ഗ്യാസ് ജാറിലോട്ട് വരും. ഓക്കെ. നെക്സ്റ്റ്, ഈ ഗ്യാസ് ജാറ് ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മൾ നേരെ തല തിരിച്ചാണ് വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് തല തിരിച്ച് വെക്കാൻ കാരണം? ഇവിടെ അമോണിയയുടെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അമോണിയ ഈസ് ലൈറ്റർ ദാൻ എയർ. അതായത് എയറിന്റെ ഡെൻസിറ്റി കൂടുതൽ, എയർ എന്താവും താഴെ വരും. അമോണിയ എന്താവും, അമോണിയ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അമോണിയ എന്താവും മുകളിലേക്ക് വരും. അപ്പോ നമ്മളിപ്പോ നേരെ വെച്ചാൽ എന്താവും, എയർ താഴെ നിൽക്കും, അമോണിയ മുകളില് വരും. അപ്പൊ നമുക്ക് ഇവിടെ അമോണിയനെ ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ തല തിരിച്ച് വെച്ചാല് എന്താകും, അപ്പൊ എയർ ഉണ്ടാവും, എയർ നമുക്ക് ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എയർ. അതുകൊണ്ട് ഇവിടെ അമോണിയ നമുക്ക് പെട്ടെന്ന് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. Why is ammonia gas pass through quicklime? It is passed through a drying tower containing quicklime to remove the moisture present. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് ചോദിക്കാം. എന്തുകൊണ്ടാണ് അമോണിയ ഗ്യാസ് ഡ്രൈയിങ് ടവറിൽ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വിക്ലൈമിലോട്ട് പാസ് ചെയ്യുന്നത്? എന്താണ്? ടു റിമൂവ് ദ മോയ്സ്ചർ പ്രസന്റ്. Note that the gas jar used for collecting ammonia is kept inverted. ഞാൻ പറഞ്ഞ തല തിരിച്ചാണ് വെച്ചേക്കുന്നത്. What may be the reason for collecting ammonia in this manner? എന്തായിരിക്കും? അമോണിയ ഈസ് ലൈറ്റർ ദാൻ എയർ. അപ്പോ വേറെ ഒരു പ്രോപ്പർട്ടി എന്താണ് അമോണിയ? അമോണിയ ഈസ് ലൈറ്റർ ദാൻ എയർ. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ് അബൌട്ട് ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഫ്രം ദിസ്? എന്താണ്? എങ്ങനെ the density of ammonia is lighter than air. Okay. ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഡ്രൈയിങ് ടവറിൽ കാൽഷ്യം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്? അപ്പൊ എന്ത് പറയാം, കാൽഷ്യം ഓക്സൈഡ് ഡ്രൈ ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് അബ്സർവ് ചെയ്യും. ഓക്കെ. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇവിടെ കാൽഷ്യം ഓക്സൈഡിന്റെ നേച്ചർ എന്ന് പറയുന്നത് ബേസിക് ആണ്. ഓക്കെ. ഇപ്പോ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. അതൊരു ഡ്രൈയിങ് ഏജന്റ് ആണ്. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ അത് യൂസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. H2SO4 എന്ന് പറയുന്നത് ആസിഡ് ആണ്. ഈ അമോണിയ എന്ന് പറയുന്നത് ബേസ് ആണ്. അപ്പൊ എന്താവും, ഈ അമോണിയയും
സൾഫ്യൂരിക് ആസിഡ് ആ ആസിഡും ബേസ് റിയാക്ട് ചെയ്ത് എന്താവും അത് ന്യൂട്രലൈസ് ആവും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആസിഡിക് ഏതെങ്കിലും ആസിഡ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് കാൽഷ്യം ഓക്സൈഡ് ഇത് ബേസിക് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, എന്തുകൊണ്ടാണ് ഇവിടെ ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത്? എന്തുകൊണ്ടാണ്? അമോണിയ ഈസ് ലൈറ്റർ ദാൻ എയർ. ഓക്കെ, അപ്പോ ഈ എക്സ്പെരിമെന്റില് ഏത് പ്രോപ്പർട്ടിയാണ് പറയുന്നത്? ഇറ്റ് സേസ് ദാറ്റ് നൈട്രോജൻ ഈസ് ലൈറ്റർ, ദ ഡെൻസിറ്റി ഓഫ് നൈട്രോജൻ ഈസ് ലെസ് ദാൻ എയർ. അപ്പൊ 3 പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോവാണ്. നെക്സ്റ്റ് ഒരു ഫൗണ്ടൈൻ എക്സ്പെരിമെന്റ് നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് അമോണിയ നമുക്ക് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെന്റ് യൂസിങ് അമോണിയ ഗ്യാസ്. കളക്ട് ഡ്രൈ അമോണിയ ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തു, അത് നമ്മൾ ഇൻവേർട്ട് ആയിട്ട് നമ്മൾ അത് തലതിരിച്ച് നമ്മളത് വെച്ചു. ഓക്കെ, അതിലോട്ട് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന്റെ ഉള്ളിൽ നമ്മൾ മൊത്തം എത്ര മാക്സിമം എത്ര ആവുന്നോ അത്ര അമോണിയ ഗ്യാസ് നമ്മളത് ഫില്ല് ചെയ്ത് ഇട്ട് നമ്മളിത് കോർക്ക് കൊണ്ട് നമ്മളിത് അടച്ചു വെച്ചു. അപ്പൊ ഈ ഒരു ഹോള്, കോർക്കിന് 2 ഹോളുണ്ട്, ഒരു ഹോളിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തു. ആ ട്യൂബ് നമ്മൾ വാട്ടർ, ഈ ഒരു നമ്മളൊരു വെസൽ എടുത്തു, ആ വെസലിൽ നമ്മൾ വാട്ടറും അതിൻ്റെ ഉള്ളിൽ ഫിനോക്സിലിൻ എടുത്തു. അപ്പൊ ഇവിടെയുള്ള വാട്ടറിന് യാതൊരു കളറില്ല, കളർലെസ് ആണ്. ഓക്കെ, അപ്പൊ ഫിനോക്സിലിൻ വാട്ടറിൽ അത് കളർലെസ് ആണ്. നെക്സ്റ്റ് ഹോള് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സിറിഞ്ച്, അപ്പൊ ആ സിറിഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് വെള്ളമുണ്ട്, നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളത് ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, arrange the apparatus as shown in the figure. Dip the jet tube in the beaker containing water. അപ്പൊ ഈ ട്യൂബിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇത് ജെറ്റ് ട്യൂബ്. ഈ ജെറ്റ് ട്യൂബിനെ നമ്മൾ ഒരു ബീക്കർ എടുത്ത് ആ ബീക്കറിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് ഫിനോക്സിലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു. ഓക്കെ, in which some phenolphthalein is added. Using a syringe, add a few drops of water into the flask in which ammonia is taken. അപ്പോൾ ഇവിടെ സിറിഞ്ച് എടുത്തു. ഇവിടെ ആദ്യം ഇവിടെ യാതൊരു കളറില്ല, ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന്റെ ഉള്ളിൽ കളറൊന്നും ഇല്ല. ഈ സിറിഞ്ച് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന്റെ ഉള്ളിലോട്ട് 2-3 ഡ്രോപ്പ് വാട്ടർ ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഞാൻ സ്പ്രേ ചെയ്തു ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലോട്ട്. ഈ സിറിഞ്ച് യൂസ് ചെയ്ത് 3-4 ഡ്രോപ്പ് വെള്ളം ഞാൻ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന്റെ ഉള്ളിലോട്ട് ഞാൻ സ്പ്രേ ചെയ്തു. സ്പ്രേ ചെയ്തപ്പോൾ എന്തായി? ഇവിടെ ഞാൻ പറഞ്ഞു മാക്സിമം അമോണിയ എത്ര മാക്സിമം അത്ര അമോണിയ ഞാൻ ഇതിവിടെ ഫിൽ ചെയ്തായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമോണിയ എന്ന് പറയുന്ന ഗ്യാസ് വാട്ടറിൽ ഹൈലി സോളിബിൾ ആണ്. കുറച്ച് വെള്ളം കണ്ടാൽ മതി, അത് പെട്ടെന്ന് പോയി അത് ഡിസോൾവ് ആയിപ്പോകും, അത്രയും ഹൈലി സോളിബിൾ ആണ്. അപ്പോ ഇവിടെ ഞാൻ സ്പ്രേ ചെയ്ത 3-4 ഡ്രോപ്പ് വെള്ളം ഇവിടെ ഇരുന്ന അമോണിയ ഗ്യാസിന്റെ കൂടെ ഡിസോൾവ് ആയി, അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറി അല്ലേ? അപ്പൊ ഡിസോൾവ് ആയപ്പോൾ ഇവിടെ അമോണിയ ഗ്യാസിന്റെ എണ്ണം കുറഞ്ഞു അല്ലെ? ഇവിടെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന്റെ ഉള്ളിലുള്ള പ്രഷർ എന്തായി? അമോണിയ ഗ്യാസിന്റെ പ്രഷർ എന്തായി? ഇവിടെ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞപ്പോൾ ഇവിടെ എന്താവും? ഈ ജെറ്റ് ട്യൂബിന് പ്രഷർ, ഇവിടെ പ്രഷർ വേരിയേഷൻ, പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ ഹൈ ആണ്, ഇവിടെ ലോ പ്രഷർ. അപ്പൊ എന്തായാലും വാട്ടർ സ്റ്റാർട്ട്സ് ടു ഫ്ലോയിങ് ഫ്രം എ ഹയർ പ്രഷർ ടു എ ലോവർ പ്രഷർ. അപ്പൊ എന്തായി? ഇവിടെ പ്രഷർ കുറഞ്ഞത് കൊണ്ട് ഇവിടെ പുറത്ത് പ്രഷർ കൂടുതൽ, അതുകൊണ്ട് ഈ ബീക്കറിലുള്ള വെള്ളം എന്തായി? ഈ ട്യൂബിക്കോടെ ഇവിടെ ഫൗണ്ടൈൻ ആയിട്ട് ഫോം ചെയ്തു. പ്രഷർ വേരിയേഷന് കൊണ്ട് ഇവിടെ ഫൗണ്ടൈൻ ഫോം ചെയ്തു. ആ ഫൗണ്ടൈൻ ഫോം ചെയ്തപ്പോൾ ആ ഫൗണ്ടൈന്റെ കളർ എന്താണ്? പിങ്ക് കളറായിട്ട് മാറി
എന്തുകൊണ്ടാണ് കളർ പിങ്ക് ആയിട്ട് മാറിയത്? ഇവിടെ ഈ വെള്ളത്തിൽ ഞാൻ ഫിനോഫ്തലീൻ ആഡ് ചെയ്തായിരുന്നു. ഈ ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ബേസിക് ആയിട്ട്, അപ്പൊ നമ്മൾ പഠിച്ചു അമോണിയ എന്താണ്, അത് ബേസിക് ആണ്. അപ്പോ ഈ അമോണിയ ബേസിക് ആയതുകൊണ്ട് ഫിനോഫ്തലീൻ എപ്പോഴും ബേസിക് സൊല്യൂഷനിൽ എപ്പോഴും പിങ്ക് കളറാണ്. അപ്പോ ഈ അമോണിയ ഗ്യാസിന്റെ കൂടെ റിയാക്ട് ചെയ്തപ്പോൾ ഈ ഫിനോഫ്തലീൻ എന്തായത്, പിങ്ക് കളറായി വന്നു. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു പിങ്ക് കളർ ഫൗണ്ടെയിൻ നമുക്ക് വന്നത്, ഡ്യൂ ടു ദ പ്രഷർ വേരിയേഷൻ. ഓക്കെ, ഇതൊരു നല്ലൊരു എക്സ്പെരിമെന്റ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വാട്ട് ഡു യു അബ്സർവ്? എന്താണ് നമ്മൾ അബ്സർവ് ചെയ്യുന്നത്? വാട്ടർ ഇൻ ദ ബീക്കർ ലിഫ്റ്റ്സ് അപ്പ് ഇൻ ദ ഫ്ലാസ്ക് which is filled with ammonia. ഒന്നുകൂടി പറയാം. What do you observe? Water in the beaker lifts up in the flask which is filled with ammonia. അപ്പോ ഇവിടെ പ്രഷർ വേരിയേഷൻ കൊണ്ട് വാട്ടർ ബീക്കറിലുള്ള വാട്ടർ ഈ റൗണ്ട് വാട്ടർ ഫ്ലാസ്കിന്റെ ഉള്ളിലോട്ട് വന്നു. What inference can be made about the solubility of ammonia in water? Why does water rush into the flask? ആദ്യത്തെ പാർട്ട് നമുക്ക് നോക്കാം. Ammonia dissolves abundantly in water. First off, the pressure in the flask. അപ്പോൾ ആദ്യത്തെ പാർട്ടായി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Ammonia is highly soluble in water എന്ന് പറയാം. രണ്ടാമത്തെ പാർട്ട്, why does water rush into the flask? അപ്പൊ നമുക്ക് എന്താണ് പറയാ? പ്രഷർ വേരിയേഷൻ അല്ലേ? The pressure in the flask decreases with more ammonia dissolves in a water. അപ്പൊ എത്ര വാട്ടർ ഡിസോൾവ് ആവണം? ഇവിടെ 2 ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്തപ്പോ, സ്പ്രേ ചെയ്തപ്പോ അമോണിയ ഗ്യാസ് വാട്ടറിൽ കൂടെ റിയാക്ട് ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ അമോണിയയുടെ ഗ്യാസിന്റെ എണ്ണം കുറഞ്ഞു, അവിടെ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞ കാരണം ഈ ബീക്കറിലുള്ള വെള്ളം ത്രൂ ദ സ്പ്രേ, അപ്പൊ ഈ ജെറ്റിലൂടെ ഫൗണ്ടെയിൻ ആയിട്ട് ഇവിടെ ഫ്ലോ ചെയ്തു അല്ലെ? അപ്പോ ആൻസർ, ദ പ്രഷർ ഇൻ ദ ഫ്ലാസ്ക് ഡിക്രീസസ് വിത്ത് മോർ അമോണിയ ഡിസോൾവ്സ് ഇൻ വാട്ടർ. സോ മോർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ലിഫ്റ്റ്സ് അപ്പ് ഇൻ ദ ഫ്ലാസ്ക്. അപ്പൊ പ്രഷർ അനുസരിച്ച് ഇവിടെ ലോ പ്രഷർ ആയത് പെട്ടെന്ന് അത് നല്ല ഹൈ പ്രഷറിൽ ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഫോം ചെയ്തു. ഓക്കെ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് അമോണിയ is responsible for this color change? എന്തുകൊണ്ടാണ് ആ കളർ ചേഞ്ച് ഇവിടെ പിങ്ക് കളർ ആയിട്ടാണ് ഫോം ചെയ്തത്? എന്തുകൊണ്ടാ? ദ പ്രോപ്പർട്ടി ഓഫ് എ ബേസ്, ബേസിക് നേച്ചർ അതായത് പ്രോപ്പർട്ടി ഓഫ് ബേസ് ഓർ ആൽക്കലി എന്ന് പറയാം. Complete the chemical equation given below and find the product obtained when ammonia is dissolved in water. എന്തായി? അമോണിയ ഇവിടെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് അമോണിയ ഗ്യാസ് എടുത്തു, ഇവിടെ സിറിഞ്ചിൽ 2-3 ഡ്രോപ്പ് വാട്ടർ സ്പ്രേ ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? അമോണിയം ഹൈഡ്രോക്സൈഡ്, NH2OH, അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലേ? Sorry, ഈ റിയാക്ഷൻ നോക്കി. NH3 plus H2 gives NH4OH, ammonium hydroxide. ഇതിന്റെ ഫോർമുല എന്താ? NH4OH. Okay. Put a tick mark to those which are applicable to ammonia in table 5.1 given below. നമ്മൾ നേരത്തെ പറഞ്ഞ് എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാം. കളർ, അമോണിയയുടെ കളർ എന്തായിരിക്കും? അമോണിയക്ക് എന്തെങ്കിലും കളർ ഉണ്ടോ? ഇല്ല, അതിന് കളർലെസ് ആണ്. അപ്പൊ എന്താണ് നമുക്ക് ടിക്ക് ചെയ്യാം? നോ കളർ. ഓക്കെ, സ്മെൽ എന്തായിരിക്കും? ഓർഡർ ഇല്ലെങ്കിൽ സ്മെല്ല് അതിന് സ്മെല്ലുണ്ടോ? ഉണ്ട്. അതിന് എന്തായിരിക്കും? പഞ്ചന്റ് സ്മെല്ലാണ്. ഓക്കെ, നേച്ചർ എന്തായിരിക്കും? അതിന്റെ നേച്ചർ ആസിഡിക് ആണോ ബേസിക് ആണോ? നേച്ചർ അതിന്റെ ബേസിക് നേച്ചർ ആണ്. സോളിബിലിറ്റി ഇൻ വാട്ടർ ലെസ് ആണോ ഹൈ ആണോ? ഇറ്റ് ഈസ് വെരി ഹൈലി മോർ സോളിബിൾ. ഓക്കെ, ഡെൻസിറ്റി ഓഫ് അമോണിയ, അമോണിയയുടെ ഡെൻസിറ്റി എയറിനേക്കാളും കുറവാണോ കൂടുതലാണോ? ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാണ്. When an ammonia tanker leaks, water is sprayed to reduce its intensity. What is the reason for this? സപ്പോസ് ഒരു ടാങ്കർ ലോറിയിൽ അമോണിയനെ കൊണ്ടുപോവാണ് വേറെ സ്ഥലത്തോട്ട്, ഇൻഡസ്ട്രിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത അമോണിയനെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ടാങ്കർ ലോറി മറിഞ്ഞു വീണു എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായി ഇവിടുത്തെ അമോണിയ ഗ്യാസ് അല്ലേ, ആ അമോണിയ ഗ്യാസ് പെട്ടെന്ന് അത് ഇറ്റ് ഈസ് ലെസ് ഡെൻസർ ദാൻ എയർ. അപ്പൊ അതിന്റെ ഡെൻസിറ്റി കുറവ് എയറിനേക്കാണ്. അപ്പൊ അതെന്താവും മുകളിലോട്ട് പെട്ടെന്ന് അത് പെട്ടെന്ന് പോവും അല്ലെ, ഡിസ്പ്ലേസ് ആവും. അപ്പൊ ഈ മുകളിൽ ഈ അമോണിയ ഗ്യാസ് പണ്ടൻസ് ഹൈ കോൺസെൻട്രേഷൻ ആയ അത് പ്ലാന്റ്സിനും ഹ്യൂമൻ ബീങ്സിനും അനിമൽസിനും എല്ലാം ഹാംഫുൾ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ആ അമോണിയയുടെ ലീക്കിന് എങ്ങനെ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെ കുറയ്ക്കാം എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. എങ്ങനെ കുറയ്ക്കാം? നമുക്ക് അതിനെ പെട്ടെന്ന് അത് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചു അമോണിയയുടെ. എന്താണ്? അമോണിയ ഈസ് ഹൈലി സോളിബിൾ ഇൻ വാട്ടർ. പെട്ടെന്ന് അത് സോളിബിൾ ആവും. അപ്പൊ എന്താണ് പെട്ടെന്ന് ഒരു ടാങ്കർ മറിഞ്ഞു വീണാൽ നമ്മൾ എന്ത് ചെയ്യാം? ആ അമോണിയ ഗ്യാസിൽ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്താൽ മതി. വാട്ടർ സ്പ്രേ ചെയ്യുമ്പം ഈ ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന അമോണിയ ഈ വാട്ടറിന്റെ കൂടെ ഡിസോൾവ് ആയിക്കോളും, അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിക്കോളും. അങ്ങനെ നമുക്ക് ആ അമോണിയയുടെ ഇന്റൻസിറ്റി, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ആൻസർ എഴുതാം. അമോണിയ ഡിസോൾവ്സ് അബണ്ടന്റ്ലി ഇൻ വാട്ടർ. അമോണിയ ഗ്യാസ് ഈസ് റിലീസ്ഡ് when the tanker leaks. It dissolves in water and can minimize the spreading of gas into the atmosphere. നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു മാർക്കിന് ചോദിക്കാം, എന്താണ് വാട്ട് ഈസ് ലിക്വർ അമോണിയ ആൻഡ് വാട്ട് ഈസ് ലിക്വിഫൈഡ് അമോണിയ? അതിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. എന്താണ് ഈ ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? A highly concentrated aqueous solution of ammonia is called liquor ammonia. അണ്ടർലൈൻ ചെയ്യാം. ഈ അമോണിയനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയാം? ലിക്വർ അമോണിയ എന്ന് പറയാം. ഓക്കെ, ഇനിയും എന്താണ് ഈ ലിക്വിഫൈഡ് അമോണിയ ഇല്ലെങ്കിൽ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അമോണിയ ഗ്യാസിനെ ഹൈ പ്രഷർ കൊടുത്ത് നമ്മൾ അതിനെ ലിക്വിഫൈ ചെയ്യാം. ആ ഗ്യാസിനെ നമ്മൾ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു ഗ്യാസിനെ നമുക്ക് ഹൈ പ്രഷർ, ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്താവും? അത് ലിക്വിഫൈ ചെയ്യാനുള്ളൂ. അത് ഗ്യാസ് എന്താവും? ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിക്വിഡ് അമോണിയ, കിട്ടുന്ന ആ അമോണിയനെ നമ്മൾ ലിക്വിഡ് അമോണിയ എന്ന് പറയും. ഇല്ലെങ്കിൽ ലിക്വിഫൈഡ് അമോണിയ ഇസ് ഓൾസോ നോൺ ആസ് എ ലിക്വിഡ് അമോണിയ. അപ്പൊ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ അമോണിയനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു അമോണിയ ഗ്യാസിനെ ഹൈ പ്രഷർ കൊണ്ട് ലിക്വിഫൈ ചെയ്യുമ്പോൾ അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്? ലിക്വിഫൈഡ് അമോണിയ. ആ ലിക്വിഫൈഡ് അമോണിയനെയാണ് നമ്മൾ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും നമ്മൾ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ ദ യൂസസ് ഓഫ് അമോണിയ? അമോണിയയുടെ യൂസസ് നമുക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ യൂസ്? ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ. അപ്പൊ NH4 the whole twice SO4, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ. അപ്പോ ഇതിന്റെ ഇത് നൈട്രോജൻ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ അമോണിയനെ. അപ്പോൾ ആദ്യത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. രണ്ടാമത്തെ യൂസ് എന്താണ്? ആസ് എ റെഫ്രിജറന്റ് ഇൻ ഐസ് പ്ലാന്റ്സ്. ഐസ് പ്ലാന്റ്സിൽ നമ്മൾ റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടൈൽസ് ക്ലീൻ ചെയ്യാനും വിൻഡോ പെയിൻസ്, വിൻഡോയുടെ പെയിൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഇത്
അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ എന്തൊക്കെ യൂസ് ആണ് ചെയ്യുന്നത്? അമോണിയ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാം, എക്സ്പ്ലോസീവ്സിൽ യൂസ് ചെയ്യാം, ടെക്സ്റ്റൈൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പെസ്റ്റിസൈഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡൈസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ സപ്ലൈസ്, അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പല യൂസസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ടേക്ക് some ammonium chloride in a boiling tube and heat it. Don't you sense a peculiar smell? നമ്മൾ അമോണിയം ക്ലോറൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് എടുക്കാം. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്മെല്ല് കിട്ടും. എന്താണ്? ഒരു പഞ്ചന്റ് സ്മെല്ല് കിട്ടും. എന്തുകൊണ്ടാണ് പഞ്ചന്റ് സ്മെല്ല് കിട്ടുന്നത്? അവിടെ റിയാക്ഷൻ എന്താണ്? ഈ അമോണിയം ക്ലോറൈഡിനെ ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുത്തു, അമോണിയം ക്ലോറൈഡ് നമ്മൾ എടുത്തു, അത് നമ്മൾ ഹീറ്റ് ചെയ്തു. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്ത് അവിടെ റിയാക്ഷൻ ഡീകമ്പോസസ് ഇൻടു അമോണിയ ഗ്യാസ് NH3 plus HCl. അപ്പോൾ അമോണിയ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ഗ്യാസും ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ അമോണിയ ഗ്യാസ് ഈ ഹൈഡ്രോക്ലോറിക് ഗ്യാസിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ഡെൻസിറ്റി കുറവായതുകൊണ്ട് ആദ്യം ഏത് ഗ്യാസ് ആണ് പുറത്തോട്ട് വരുന്നത്? അമോണിയ ഗ്യാസ്. അപ്പൊ നമ്മൾ ഇത് ഹീറ്റ് ചെയ്യുമ്പോഴും ആദ്യം നമുക്കൊരു പഞ്ചന്റ് സ്മെല്ല് തരും. ആ പഞ്ചന്റ് സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാം ഇത് ഏത് ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്? അമോണിയ ഗ്യാസ്. ഓക്കെ, അപ്പോ ഇത് ഏത് ഗ്യാസ് ആണ് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ആ ബോയിലിംഗ് ട്യൂബിന്റെ ടിപ്പില് ഞാൻ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ ഞാൻ വെച്ചു. ഓക്കെ, ഞാൻ ഇവിടെ റെഡ് ലിറ്റ്മസ് പേപ്പർ വെച്ചു. ആ റെഡ് ലിറ്റ്മസ് പേപ്പർ വെച്ചപ്പോൾ എന്തായി? ആ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറി. നമുക്കറിയാം അമോണിയ ഗ്യാസ് ആണ് ആദ്യം ലിബറേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അമോണിയ ഗ്യാസിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ് HCl-നേക്കായ. അപ്പൊ ആദ്യത്തെ ഗ്യാസ് വരുന്നത് അമോണിയ ഗ്യാസ്. അമോണിയ ഗ്യാസ് പുറത്ത് വരുമ്പോൾ തന്നെ പഞ്ചന്റ് സ്മെല്ല് വരും. ലിറ്റ്മസ് പേപ്പർ വെക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കറിയാം അമോണിയ ഗ്യാസിന്റെ നേച്ചർ ബേസിക് നേച്ചർ ആണ്. അതപ്പോ ബ്ലൂ കളറായിട്ട് മാറും. ഞാൻ ആ റെഡ് ലിറ്റ്മസ് പേപ്പറിന് ആ ബ്ലൂ ആയിട്ട് മാറി. ഞാൻ ആ ലിറ്റ്മസ് പേപ്പർ ഞാൻ മാറ്റുന്നില്ല, അവിടെ തന്നെ വെക്കുവാണ്. അമോണിയ ഗ്യാസ് എല്ലാം ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഏത് ഗ്യാസ് ആണ് പുറത്തോട്ട് വരുന്നത്? HCl ഗ്യാസ്. അപ്പൊ ഹീറ്റ് ചെയ്യുന്നതോറും നെക്സ്റ്റ് വരുന്ന ഗ്യാസ് ഏതാണ്? HCl ഗ്യാസ്. ആ HCl ഗ്യാസ് എന്തായിരിക്കും? അത് അസിഡിക് നേച്ചർ ആണ്. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നെക്സ്റ്റ് എന്തായിട്ട് മാറും? അസിഡിക് ആയിട്ട് മാറും. അപ്പൊ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ടുള്ള ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്തായിരിക്കും? HCl ഗ്യാസ് ആണ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ ഗ്യാസ് ഇവോൾവ്ഡ് ഹിയർ? ഏതാണ്? അമോണിയ. ഷോ എ വെറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഓൺ ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. വാട്ട് ചേഞ്ച് ക്യാൻ യു ഒബ്സർവ്? ടേൺസ് ബ്ലൂ. റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. എന്തുകൊണ്ടാണ്? അമോണിയ ഗ്യാസ് ആണ് പോകുന്നത്. അമോണിയ ഗ്യാസിന്റെ ബേസിക് നേച്ചർ ആണ്. This change indicates the basic nature of gas. അല്ലെ? Haven't you made sure that this gas with pungent smell and the basic nature is ammonia? Keep the litmus paper for some more time at the mouth of the boiling tube and then observe its color change. ഞാൻ ആ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്തു. ആ ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്ത ലിറ്റ്മസ് പേപ്പറിന് ഞാൻ മാറ്റുന്നില്ല, ഞാൻ അവിടെ തന്നെ ഞാൻ വെച്ചു. Then observe its color change. What is the change occurred? The wet litmus paper has changed again. അല്ലേ? അപ്പൊ എന്തായിരുന്നു? To red color due to the presence of HCl gas. When ammonium chloride is heated, lighter ammonia comes out first, then the denser HCl come out. അല്ലേ? അപ്പോ അമോണിയയുടെ ഗ്യാസിന്റെ ഡെൻസിറ്റി കുറവാണ്, അത് കഴിഞ്ഞിട്ട് HCl ആണ് ഡെൻസിറ്റി കൂടുതലുള്ള ആണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. അപ്പൊ എങ്ങനെയാ എഴുതാം? NH4Cl സോളിഡ് അല്ലേ, ഗേവ്സ് NH3 ഗ്യാസ്, അമോണിയ ഗ്യാസ് പ്ലസ് HCl ഗ്യാസ്. രണ്ടും ഗ്യാസ്, ആ പ്രോഡക്ട്സിൽ വരുന്നത് രണ്ടും ഗ്യാസ് ആണ്.